നമസ്കാരം. പാകിസ്ഥാൻ ലോകത്തിനൊന്നാകെ ഇരിക്കപ്പുറതി കൊടുക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഭീകരവാദത്തെ പിന്തുണച്ചും സാമ്പത്തിക പ്രതിസന്ധിയിലും ആയുധങ്ങൾ വാരിക്കൂട്ടിയുമൊക്കെ പാകിസ്ഥാൻ യാത്ര തുടരുകയുമാണ്. ഗതികേടുകൾ നിരത്തി അലറി വിളിച്ച് പാകിസ്ഥാൻ നെട്ടോട്ടമോടുകയാണ്. ഇപ്പോഴിതാ ലോകബാങ്കിനെ പൊറുതിമുട്ടിച്ച് ഖൈബർ പഖ്തൂൺഖയിലെ ദാസു ജലവൈദ്യുത പദ്ധതിക്ക് $1 ബില്യൺ അധിക ധനസഹായം നേടിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖയിലെ അപ്പർ കോഹിസ്ഥാൻ ജില്ലയിലെ ദാസു ജലവൈദ്യുത പദ്ധതിക്ക് $1 ബില്യൺ അധിക ധനസഹായമായി ലോകബാങ്ക് അനുമതി നൽകിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ദാസു ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയുള്ള രണ്ടാം റൗണ്ട് അധിക ധനസഹായമായി ലോകബാങ്കിന്റെ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ $1 ബില്യൺ അനുവദിച്ചതായി ബാങ്ക് പത്രക്കുറിപ്പിൽ അറിയിച്ചു കഴിഞ്ഞു. ഈ ധനസഹായം വൈദ്യുതി വിതരണം വിപുലീകരിക്കുന്നതിനും പ്രാദേശിക സമൂഹങ്ങൾക്ക് സാമൂഹിക സാമ്പത്തിക സേവനങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും ഭാവിയിലെ ജലവൈദ്യുത പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള വാട്ടർ ആൻഡ് പവർ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. താങ്ങാനാകുന്നതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം കൈവരിക്കുന്നതിന് പാകിസ്ഥാന്റെ ഊർജ്ജ മേഖല ഒന്നിലധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് മാറ്റാനും 60% പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് എത്തിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളിൽ DHP-1 ഒരു അനിവാര്യമായ പദ്ധതിയാണെന്നാണ് പദ്ധതിയുടെ ടാസ്ക് ടീം ലീഡറായ റിക്കാർഡ് ലിഡൻ ഊന്നി പറഞ്ഞത്. മാത്രമല്ല, ഈ അധിക ധനസഹായം ഇറക്കുമതി ചെയ്ത ഇന്ധനങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിലൂടെ പാകിസ്ഥാന് പ്രതിവർഷം $1.8 ബില്യൺ ലാഭിക്കാൻ കഴിയും. DHP-1ന്റെ വാർഷിക സാമ്പത്തിക വരുമാനം ഏകദേശം 28% കണക്കാക്കപ്പെടുന്നു. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ദാസു പദ്ധതി പൂർത്തിയാകുമ്പോൾ 4320 മുതൽ 5400 മെഗാവാട്ട് സ്ഥാപിത ശേഷി ഉണ്ടാകും. പദ്ധതി ഘട്ടം ഘട്ടമായിട്ടാണ് നിർമ്മിക്കുന്നത്. ഈ DHP-1ന് 2160 മെഗാവാട്ട് ശേഷിയുണ്ട്. കൂടാതെ പ്രതിവർഷം 12225 ഗിഗാവാട്ട് കുറഞ്ഞ ചിലവിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും. DHP-2 പ്രതിവർഷം 9260 മുതൽ 11400 ഗിഗാവാട്ട് വർദ്ധിപ്പിക്കും. 2012 മുതൽ ഈ പദ്ധതിയിലൂടെ മുതിർന്നവരുടെ സാക്ഷരത 30% വർദ്ധിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നു. ആൺകുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം 16% വർദ്ധിച്ചു. ഈ കാലയളവിൽ പെൺകുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം 70% വർദ്ധിച്ചു എന്നാണ് ലോകബാങ്ക് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തത്. ആഗോള ബാങ്കിന്റെ ധനസഹായം അപ്പർ കൊഹിസ്ഥാനിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക സംരംഭങ്ങളെ പിന്തുണയ്ക്കുമത്രേ. പാകിസ്ഥാനിലെ ദാസു ജലവൈദ്യുതി പദ്ധതിയുടെ അതായത് DHP-1ന്റെ ലക്ഷ്യം പാകിസ്ഥാനിലെ ജലവൈദ്യുതത്തിന്റെ വൈദ്യുതി വിതരണം സുഗമമാക്കുക എന്നുള്ളതാണ്. പദ്ധതി പ്രദേശത്തെ പ്രാദേശിക കമ്മ്യൂണിറ്റികൾക്ക് സാമൂഹിക സാമ്പത്തിക സേവനങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും ഭാവിയിലെ ജലവൈദ്യുത പദ്ധതികൾ തയ്യാറാക്കുന്നതിനായി വാട്ടർ ആൻഡ് പവർ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ മികവ് വികസിപ്പിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ 7 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പദ്ധതി. സിന്ധു നദിയിലെ പ്രധാന ഹൈഡ്രോളിക് ഘടനയുടെ നിർമ്മാണം, ജലനിരപ്പ് ഉയർത്തുന്നതിനും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ടർബൈനുകളും ജനറേറ്ററുകളും പ്രവർത്തിപ്പിക്കുന്നതിന് ഊർജ്ജം സൃഷ്ടിക്കുന്നതിനുമായി സിന്ധു നദിയിലെ പ്രധാന അണക്കെട്ടിന് ആവശ്യമായ സിവിൽ വർക്കുകളാണ് പ്രാഥമികമായിട്ടും ഉൾക്കൊള്ളുന്നത്. രണ്ടാമത്തെ ഘടകമായ പവർ ജനറേഷൻ ഫെസിലിറ്റീസ്, അതിലേക്ക് വരുമ്പോൾ പവർ ജനറേറ്റിംഗ് സൗകര്യങ്ങൾ 2 ഹെഡ് റേസ് ടണലുകൾ, 2 ടെയിൽ റേസ് ടണലുകൾ, ടർബൈനുകളും ജനറേറ്ററുകളും സ്ഥാപിക്കുന്നതിനുള്ള പവർ ഹൗസ്, അനുബന്ധ ജോലികൾ എന്നിവ നിർമ്മിക്കാൻ അനുവദിക്കുന്നു. ഇനി മൂന്നാമത്തെ ഘടകമായ പ്രിപ്പറേറ്ററി വർക്കുകളിൽ ആക്സസ് റോഡുകൾ, കാരക്കോറം ഹൈവേ സ്ഥലം മാറ്റം, അതേപോലെ ഓഫീസുകൾ, ഓൺസൈറ്റ് ഹൗസിംഗ്, പവർ ഹൗസിലേക്കുള്ള തുരങ്കം എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. നാലാമത്തെ ഘടകം ട്രാൻസ്മിഷൻ ലൈൻ വൈദ്യുതി പ്രക്ഷേപണം നൽകും. ദാസുവിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് ഇരട്ട സർക്യൂട്ട് 500 kV ലൈൻ സ്ഥാപിക്കും. അഞ്ചാമത്തെ ഘടകമായ സാമൂഹികവും പാരിസ്ഥിതികവുമായ മാനേജ്മെന്റ് പ്ലാനുകൾ നടപ്പിലാക്കൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളവ തന്നെയാണ്. എന്തായാലും പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജാഗ്രതയോടെ വേണം നോക്കിക്കാണാൻ. കാരണം പാകിസ്ഥാൻ ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുവാനും ഭീകരതയെ തഴച്ചു വളരാനും വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥിതിക്ക് പാകിസ്ഥാൻ ഇത്തരത്തിൽ യാചിച്ച് കേണപേക്ഷിക്കുന്നത് പോലും ശരിക്കും എന്തിനാണ് എന്നൊരു സംശയം ഇപ്പോൾ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ശക്തമായി ഉയരുന്നുണ്ട്. പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുകയും അതുപോലെ തന്നെ ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ദ്രോഹിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിലും വലിയ താല്പര്യവുമാണ് കാണിക്കാറ്. എന്തായാലും പുതിയ പദ്ധതി കൊണ്ട്, പുതിയ ധനസഹായം കൊണ്ട് പാകിസ്ഥാൻ നന്നാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.